എനിക്ക് ശില്പേനെ ഇഷ്ടമാണ്. നല്ല ധൈര്യശാലിയാണല്ലോ. വിഷ്ണുവിൻ്റെ പ്രായത്തിലേ എനിക്കിങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. 10 കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. വെറുതെ വെയിലും കൊണ്ട് കാശും പിരിച്ച് നടന്ന സമയത്ത് കാശുള്ള വീട്ടിലൊരു പെങ്കുച്ചിനെ പ്രേമിച്ചാൽ കെട്ടിയാൽ മതിയായിരുന്നല്ലോ. അല്ല, വിഷ്ണുവിന് ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് അവളോടെങ്കിലും ഒന്ന് അന്വേഷിക്കായിരുന്നു ഞാൻ ആരായിരുന്നു. എന്നാ കേട്ടോ, നിന്നെ കെട്ടിയില്ലെങ്കിലേ അവൾ കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞാലും ഞാനങ്ങ് ചാവട്ടെ എന്ന് വെക്കും. അപ്പോഴാണ് അവൾ പറയുന്നത് നീയായിട്ടൊരു ബന്ധവുമില്ലെന്ന്. അല്ല, അത് അവൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞ. അവൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണ്. സാറിൻ്റെ ഈ കാശൊന്നും കണ്ടിട്ടൊന്നുമല്ല. ഇനിയിപ്പോൾ സാറിൻ്റെ സമ്മതം ഇല്ലെങ്കിലും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ തന്നെ. ഇപ്പം നിനക്ക് കാര്യങ്ങൾ പിടിയിട്ടില്ലേ? ഇനി മേല ഇത് പറഞ്ഞ് ഈ കമ്പനിയുടെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാലുണ്ടല്ലോ, ഇറങ്ങിപ്പോടാ. ചില കമ്പനികളുടെ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കമ്പനികളുടെ AMC കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നീ എന്നാ അങ്ങനെ എന്തെങ്കിലും ചെയ്യടാ. കിട്ടണ്ടാ അനീഷേട്ടാ, ആ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ വെക്കോ? എന്താണ്? നിൽക്കോന്ന് പറ. എടാ നീ കാര്യം പറ. എനിക്കേ ആ ശില്പയുടെ തല്ലണം. ബെസ്റ്റ്. എന്തിന്? ഞാൻ അവളോട് സോറി പറയാൻ വേണ്ടി ഓഫീസിൽ ചെന്നതാണ്. അയാൾ എന്നെ പിടിച്ച് തല്ലി. തല്ല് പിടിച്ച് തല്ലീന്നാ? നിനക്കൊരു പ്രാന്തുണ്ട് വിഷ്ണു. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് അയാളെ തിരിച്ചല്ലണം. അനീഷേട്ടൻ എൻ്റെ കൂടെ വെക്കണം. നീ ആവശ്യമില്ലാത്ത പണിക്ക് പോയില്ല കേട്ടോ. അവരൊക്കെ വലിയ ബിസിനസ്സുകാരാണ്. എടാ വെള്ളം കുടിച്ച് കുടിക്ക്. അതെ എടാ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. നമ്മളെ കൊണ്ട് തിരിച്ചെല്ലും നടക്കില്ല. അവക്ക് നിന്നെ വേണ്ടല്ലോ. നീ അവളെ മറന്നേക്ക്, അത് നല്ലത്. അവളെ ഞാൻ മറക്ക, പക്ഷെ ഇതുണ്ടല്ല. അവളപ്പം ചാവില്ലാട്ടാ. ഓക്കെ, ബ്രാഞ്ചിൽ നിന്ന് കോള്. ആ ചേച്ചി ശരി. എടാ അവിടുത്തെ പ്രിൻ്ററിൻ്റെ ഒന്ന് കംപ്ലൈൻറ്റ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ജോർജേ എടാ ഇങ്ങോട്ട് വയ്ക്കേ, ഞാൻ പോയിട്ട് വരാം. ഞാൻ ഇവിടെ ഇരിക്കട്ടാ. അനീഷേട്ടാ, ഞാനും ഉണ്ട്. എന്താടാ? എടുക്ക്, വണ്ടി എടുക്ക്. എന്താന്ന്? എടുക്ക്. എന്ത് ചേച്ചി? അവിടെ അനീഷേട്ടാ, എനിക്ക് ഇവിടുത്തെ സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യണം. എന്തിന് ചെക്ക് ചെയ്യണം. എടാ നീ ആവശ്യം നോക്കിയേ. ആ ചേച്ചി ഞാൻ സിസ്റ്റം നോക്കിക്കോളേട്ടാ. ആ ചേച്ചി ഓക്കെ ഉണ്ട്. എന്താ ചെയ്തേ?
ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ സെർവറിൻ്റെ പബ്ലിക് IP നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ സെക്യൂരിറ്റി ഉള്ളതൊന്നുമല്ല. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒരു പണി കൊടുക്കടാ റോയൽ പീരിയഡിന്. ബൈനറി കിങ്ങാ. അതെൻ്റെ VPN പ്രൊഫൈൽ നെയിമാണ്. നിനക്ക് കുറച്ചുകൂടി നല്ല പേരിട്ടൂടെ? എന്നാൽ പിന്നെ ഞാൻ ഉദയൻ ചേട്ടൻ്റെ ഓട്ടോൻ്റെ പേരിടാം. എന്ത്? നീ ഇതിലേക്ക് എങ്ങനെ കയറാൻ പോണേ? ഇത് കണ്ട, ഇത് അവരുടെ RTP പോർട്ടാണ്. അത് ഓപ്പണാണ്. അതുവഴി ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കട്ടെ. അതിന് നിനക്ക് പാസ്വേഡ് അറിയോ? അതിനാണ് ഏട്ടാ അറ്റാക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 കോടി പാസ്വേഡ് ഉള്ള ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതിൽ നിന്ന് ഓരോന്നും മാച്ച് ചെയ്ത് നോക്കണം. അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ കിട്ടും. അതല്ലെങ്കിൽ തന്നെ വേറെ വഴികളുണ്ട്. അതുവരെപ്പം നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യാം. അനുഷേ, ഇത് കഴിക്കും. ഇതെന്താ പരിപാടി? ഞങ്ങളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ശരി ശരി നടക്കട്ടെ. ശരി. അത് കിട്ടിയിട്ടാ. പാസ്വേഡ് കിട്ടിയാ? ഇതാണ് പാസ്വേഡ്. ഇതാണ് അവന്മാരുടെ സെർവർ. നീ എന്താ ചെയ്യാൻ പോണേ? മാഡം എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ പ്രശ്നമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പറയാൻ പറ്റില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹലോ സാറേ, എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ ഒന്നും വർക്ക് ചെയ്യണില്ല. അവര് സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നമ്മുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസും കണക്കുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബ്രാഞ്ചിലെ സ്റ്റാഫ് നോക്കുമ്പോൾ സോഫ്റ്റ്വെയറിലൊന്നുമില്ല. അവർ പെട്ടില്ലേ, അവർ നമ്മളെ വിളിച്ചു, നമ്മൾ പെട്ടു. ഇന്ന് നടക്കില്ലല്ലോ ഏട്ടാ, നാളെ രാവിലെ വരാൻ പറ്റുമോ? അതെ, ഈ മാലൊന്ന് പണയം വയ്ക്കാൻ പറ്റുമോ? ഇന്ന് ഗോൾഡ് എടുക്കാൻ പറ്റൂലല്ലോ ഏട്ടാ. എന്തു പറ്റി? സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആണ്. അപ്പോൾ ശരിയാക്കിയിട്ടേ ബ്രാഞ്ച് വർക്ക് ചെയ്യുള്ളൂ. എപ്പോൾ ശരിയാവും? അതറിയില്ല. അത് ഹെഡ് ഓഫീസിലെ കംപ്ലൈന്റ് അന്വേഷിച്ചേ, അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളേക്ക് ശരിയാവും. നാളെ വാ. ഓക്കെ, നാളെ വരാം. ശരി മോനെ, ഒരു മിനിറ്റ്. എനിക്കെല്ലാം കൂടെ കേട്ടിട്ട് തലവേർക്കുന്നുണ്ട്. എനിക്കിങ്ങോട്ട് കിട്ടിയില്ല. നിനക്കെന്തെങ്കിലും മനസ്സിലായി? ഭാഗ്യം, കോളേജ് വിട്ട കാശ് പോയില്ല. ഇതാരാന്ന് അറിയാൻ പറ്റുമോ? അത് ഞാൻ നോക്കി. ജപ്പാനീന്നാരാണ്? ജപ്പാനിൽ എടി, നമ്മുടെ യോനാന്റെ മോളുടെ ഭർത്താവ് ജപ്പാനിലല്ലേ? അയാൾ മലേഷ്യയിലല്ലേ അപ്പച്ച. അയാൾ എന്തിനാണ് നമ്മുടെ അമ്മനെ ഹാക്ക് ചെയ്യണത്? അസൂയ ഉണ്ടാവൂല. സാർ, ജപ്പാനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഈ VPN ഒക്കെ വെച്ച് IP മാസ്ക് ചെയ്യാനും ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ചിലപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കും. അവനാണെങ്കിൽ ലോഗ് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ട്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല. സർ, ഇത് ചെയ്തത് ഒരാളായിരിക്കോ? ഒരാളോ ഒരു ഗ്രൂപ്പോ ആരും വേണമെങ്കിലും ആവാം. എന്താടി? ഇല്ലപ്പച്ച, ഒന്നുമില്ല. ജിൽസെ, നമ്മുടെ ബാക്കപ്പ് ഇല്ലേ? ബാക്കപ്പ് ഇല്ലേ? അല്ല, എല്ലാ ദിവസവും ഉണ്ടാവില്ല. ഓട്ടോ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ മാസം വരെയുള്ളുണ്ട്, ഈ മാസം ഉണ്ടാവില്ല. ജിൽസെ, ബാക്കപ്പിൽ ശ്രദ്ധിക്കണ്ടേ? ഇതെന്താ പുതിയ പ്രശ്നം? ഈ കഴിഞ്ഞ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ പറ. എത്ര പെട്ടെന്ന് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം? സൊല്യൂഷൻ ബാക്കപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് സൊല്യൂഷൻ ഒന്നുമില്ല. കഴിഞ്ഞ മാസം വരെയുള്ള ബാക്കപ്പ് അപ്ലോഡ് ചെയ്ത് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാം.
പിന്നെ ഈ മാസം ഡേറ്റ സോഫ്റ്റ്വെയർ മിസ്സിംഗ് ആണെന്നല്ലേ ഉള്ളൂ. അതിപ്പോൾ ഹാർഡ് കോപ്പിയുടെ ഡീറ്റെയിൽസ് വെച്ച് ഒരാളെ എടുത്ത് എൻ്റർ ചെയ്യിക്കാം. കയ്യിലില്ലാത്ത ഡേറ്റയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ അങ്ങോട്ട് കിട്ടാതെ ചോദിച്ചു വന്നാൽ കൊടുക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ട് കിട്ടാതെ തന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല, മറക്കേണ്ടി വരും. സാറേ, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ IT സെക്യൂരിറ്റി സ്ട്രോങ് ആക്കണം. അതിന് കുറച്ച് പൈസ ചിലവ് വരും. അതിനിപ്പോൾ ഞാനല്ല ബഡ്ജറ്റ്. എന്ത് വേണേലും ചെയ്യും, പക്ഷെ ഇനി മേല അവിടെ ഇങ്ങനെ ഉണ്ടാവും. പറയാം. അതെ, സെക്യൂരിറ്റിക്കുള്ള ഫണ്ടിന്റെ കുടുംബ സ്വത്ത് നിന്നല്ല വകയിരുത്തിക്കണേ. ഈ കമ്പനി ഇത്ര കാലം നിന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തന്റെ തോളത്ത് നിന്നു സമാധാനല്ലേ? എൻജോയ്. എടാ നീ ബ്രാഞ്ച് പൂട്ടിച്ചാ? പൂട്ടൊന്നുമില്ല, അവരിൽ ബാക്കപ്പ് ഉണ്ടാവും. അതൊക്കെ വെച്ച് അവർ സെറ്റാവട്ടെ, എന്നിട്ട് അടുത്ത പണി. വാ. അല്ല ജിൽസ, ഈ ഹാക്കറെ കണ്ട എങ്ങനെ ഇരിക്കുക? ഹാക്കർമാരെ പല വിധമുണ്ടെങ്കിലും പെട്ടെന്നൊരു ഹാക്കർ നമ്മുടെ മുന്നിൽ നിന്ന് പെട്ടാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ തൊപ്പിയുള്ള ടീഷർട്ടില്ലേ, കുടി, അതാണ് ഇവന്മാർ ശരിയാണ്. പിന്നെ ബാക്കിലൊരു ബാക്ക് പാക്ക്, അത് സ്ഥിരമുണ്ടോ? അത് ശരി. പിന്നെ വിശക്കുമ്പോൾ കഴിക്കാൻ വല്ല ബർഗറോ സാൻഡ്വിച്ചോ കുടിക്കാൻ വല്ല കോളയോ ബീറോ ഇതൊക്കെ ഉമ്മാരുടെ ബാഗ് സ്ഥിരമുണ്ടോ? ദേഹം നിറയെ ടാറ്റൂസ്, സഞ്ചരിക്കുന്നത് ഹൈ എൻഡ് ബൈക്കുകൾ, കാണുന്നത് ഇംഗ്ലീഷ് സിനിമ. ഇപ്പം മര കണ്ട ഏകദേശം എന്താ ഇതുപോലെ ഇരിക്കും. കണ്ടോ? ചെയർമാൻ മേടിച്ചു പോയി, പക്ഷെ ഞാൻ സമ്മാനിപ്പിച്ചിട്ടുണ്ട്. ആ, നീ ചിത്തിരയിലത്തെ മസാല ദോശ കഴിച്ചിട്ടില്ലല്ലോ? ഒരെണ്ണമ്മയ്ക്കും കൊടുത്തു. എന്തായാലും ഈ ഹാക്കറെ ഒരു എൻക്രിപ്റ്റഡ് മണിച്ചിത്രത്തായിട്ട് കൂട്ടിയിട്ട് ഓയിൽ പരിയാറിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റെസ്റ്റ് എടുക്കും. ഞാനും ജിൽസേ, എന്താ ബാക്കപ്പ് എടുക്കാൻ? ഞാൻ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ മറന്നുപോയി. മറന്നു? അല്ലെങ്കിൽ നിനക്കൊക്കെ നേരത്തെ വീട്ടിൽ കയറാനുള്ള ധൃതി. ഹാക്കിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ സാറേ. അല്ലടാ, ഹാക്കറോട് നിന്നെ കത്തെഴുതി അറിയിച്ചിട്ട് ഹാക്ക് ചെയ്യാൻ വരാൻ പറയാം. നിനക്ക് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഉത്സാഹമാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കൂളിംഗ് ക്ലാസ് വെച്ചപ്പോൾ നീ കമന്റ് അടിച്ചിരിക്കണ്ടായിരുന്നല്ലോ. അയ്യോ സാറേ, അതൊരു തമാശ പറഞ്ഞാണ്. എനിക്കൊരു തമാശ മനസ്സിൽ തോന്നിയത് അപ്പോൾ പറയണം. ആ സ്ഥാനത്തിന് വെളിപ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായ സകല ഡാമേജിന്റെ എക്സ്പെൻസ് നിന്റെ തലയിൽ എഴുതി വെച്ചിരും. എന്താ ചിരിക്കല്ലോ അപ്പോൾ അവൻ്റെ ഒരു കോമഡി. സാറേ, കൂളിംഗ് ഗ്ലാസിൻ്റെ പ്രശ്നമാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നിലവിൽ ബ്രാഞ്ചുകളിലെ IT കംപ്ലൈൻറ്റുകളൊക്കെ നിങ്ങൾ ലോക്കലിയാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ അത് വേണ്ട. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ IT റിപ്പോർട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ആളെ വിടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടിക്കറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ജിൽസ് ഒന്ന് കാണിച്ചടാ. ഇതാണ് ടിക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ ബ്രാഞ്ചസ് കൊടുക്കുക, ഇവിടെ കംപ്ലൈൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മളിവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് ആളെ വിടും. അപ്പോൾ ഇനി ലോക്കലി സർവീസിങ് വേണ്ട. ഓക്കെ കൊട്ടേഷനിൽ ഒരു പ്രൊഡക്റ്റ് ബില്ലിൽ രണ്ടെണ്ണം. ഞാൻ പ്രവീൺ സാറോട് സംസാരിച്ചിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത് ഒരു ഫയർവാൾ ഫെയിലിയർ ആയുള്ള റിസ്കിന് വേണ്ടി വേറൊരെണ്ണം വെച്ചു എന്നാണ്. ആയിക്കോട്ടെ, അയാൾക്ക് ഇതിനകത്ത് കാണിച്ചൂടെ? അവസാനം ഓഡിറ്റിന്റെ സമയത്ത് ഞാനതിന് ഉത്തരം പറയേണ്ടി വരും. ഞാൻ ജിൽസിനോട് വേറൊരു കൊട്ടേഷൻ തരാൻ പറയാം. പറ. ആ ജിൽസ് എന്ന് പറയുന്നതിന് വെളിവെന്ന് പറയുന്ന സാധനമില്ല. ഞാൻ റൂഡായതല്ല, ജസ്റ്റ് കാര്യം പറഞ്ഞുള്ളൂ. താൻ നെർവസ് ആവണ്ട. ഏയ് നെർവസ് ആയതല്ല,
എനിക്ക് ഓഫീസിൽ ആ കൂടെ സംസാരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആള് മാത്യു ആണ്. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി ഹാക്കിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. മാത്യു, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണ്? ഇല്ല, ഒന്നുമില്ല. ഡിസ്പ്ലേ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ നിന്നെ കാശുകളാണ്. സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലീറ്റ് ഞാൻ നോക്കിക്കോളാം. ഞാൻ വിളിക്കാം. ശരി. ജോർജേ, ഇതാ തീർത്തേ. അനീഷേട്ടാ, ആ റോയൽ പെരിയാടം വീണ്ടും തുറന്നല്ല? തുറന്നു മാത്രമല്ല, അവിടെ തന്നെ വർക്കും പോയി. നീ ലോക്കലായിട്ട് സർവീസ് ചെയ്യണ്ടെന്നാ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. ഓ, കുഴപ്പമില്ലടാ, പിച്ചകളാണ്. നിസ്സാര റേറ്റാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. 10 രൂപ കൂട്ടി ചോദിച്ചാൽ വർക്ക് വേറെ ആൾക്ക് കൊടുക്കും. ഓട്ടയത്. അനീഷേട്ടാ, അമ്മാരെ സെക്യൂരിറ്റി ഒക്കെ എന്താ കൂട്ടിയിട്ടുണ്ട്. എനിക്ക് വീട്ടിലിരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റണില്ല. നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും ബ്രാഞ്ചിൽ കയറാൻ പറ്റുകയാണെങ്കിൽ എന്തൊക്കെ സെക്യൂരിറ്റി ചേഞ്ചസ് ആണ് വരുത്തിയേക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇത് വലിയ പുലിവാലായല്ലോ. അവസാനം ഞാൻ കുഴപ്പത്തിലാവും. നിങ്ങൾ പേടൊന്നുമില്ല. ഇതെന്താണിത്? നിന്റെ തന്തയോട് പോയി ചോദിക്കണം. രാത്രി 1:30 മെസ്സേജ് അയച്ചത് ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണ്. നിങ്ങൾക്കില്ലേ ഇതിനേക്കാൾ വലുതനുഭവിച്ചൊരു മോൻ. അപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് കണ്ട് എല്ലാം ഒന്ന് ഡീൽ ചെയ്ത് തരണം. കാര്യങ്ങളെല്ലാം മാതാവിനെ ഏൽപ്പിച്ച് ഞാനങ്ങ് കയറുക കേട്ടോ. പ്ലീസ് സേവ് മീ. ഈ വലപ്പാട് ഫ്രണ്ട്സിന്റെ കൊട്ടേഷൻ എപ്പോൾ കിട്ടും? അവരോട് മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കിട്ടുമായിരിക്കും. ഓക്കെ ഓക്കെ. എന്താണ് ഈ ഡസ്റ്ററിനുള്ളിൽ നിന്നൊരു USB കേബിൾ? ഇത് ടെസ്റ്റർ അല്ല, ഇതാണ് എൻ്റർ ബട്ടൺ ബില്ലോ. നീ ഇതുകൊണ്ട് നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ നോക്ക്. ആരോ സ്പെഷ്യലായിട്ട് തന്ന ഗിഫ്റ്റാന്ന് തോന്നുന്നു. നീ നിന്റെ കാര്യം നോക്കി പോയ ജെൽസേ. ഇതെന്താണ് പതിവില്ലാതെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്? എന്തോ നാണക്കേട് മറക്കാനുണ്ടെന്ന് തോന്നുന്നു. ശില്പ, ഇന്നലെ ആ, അത് എനിക്ക് 2 ദിവസം സമയം വേണം. എന്തിന്? അല്ലെങ്കിൽ ഐ.ടിയുടെ ഫിക്സഡ് ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞതല്ലേ, അത് ജെൽസ് ഫയലാക്കുന്നുണ്ട്. ഒരു 2 ദിവസത്തിനുള്ളിൽ ഒന്ന് അയച്ചു തരും. അപ്പം തെറിയില്ല, കുറി. നമുക്ക് പുതിയ കുറി ഉണ്ടോയെന്ന് വെച്ചിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് 2 ദിവസം കഴിഞ്ഞിട്ടായാലും മതി, കുഴപ്പമില്ല. അയ്യോ ശില്പ, കരയല്ലേ ശില്പ? ശില്പ കരയല്ലേ? ശില്പ, എനിക്കറിയാമല്ലോ താനങ്ങനെ ചെയ്യില്ലെന്ന്. അതുകൊണ്ടാണല്ലോ ഞാൻ വന്ന് ചോദിച്ചത്. എന്നാലും ആരായിരിക്കുന്ന തോന്നുന്നത് ശില്പയ്ക്ക്? ഓ ഓക്കെ ഓക്കെ, റിലാക്സ് ആയിരിക്കും. നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ ചേട്ടാ. അവളെ വിളിക്കണ്ടല്ല. നീ ഫോൺ എടുക്ക്, എന്നിട്ട് സോറി പറ.
ഹലോ വിഷ്ണു നിനക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? എടി ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പൊ നീ ആണല്ലോ എന്റെ ഇൻസ്റ്റയിൽ കയറിയത്? ഹലോ ഹലോ ഞാൻ എന്റെ ഇൻസ്റ്റ പാസ്വേഡ് നിന്നോട് പറഞ്ഞിട്ടില്ല എപ്പോഴോ? അത് വെച്ചല്ലേ നീ കയറിയത്? എടി അത് ഇന്നലത്തെ ഫ്രസ്ട്രേഷനിൽ അറിയാതെ ബിയറൊക്കെ അടിച്ചിരിക്കും. അത് നീ ആയിരുന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയല്ല വിഷ്ണു ഞാൻ നിന്നെ വിളിച്ചത്. സന്തോഷം എന്തായാലും. ഇനി മേലാൽ എന്നെ വിളിക്കരുത് വിഷ്ണു, ഒരിക്കലും. ശില്പ സോറി പ്ലീസ് അടി. ഭൂലോക വൃത്തിയോടനുസരിച്ചിട്ട് സോറി. അവളിനി വിളിക്കണ്ടെന്നൊക്കെയാണ് പറയണത് കേട്ടാ. എൻ്റെ അമ്മോ, നീ അവളുടെ ഇൻസ്റ്റയിൽ കയറി നോക്കിയാണ് അവൾ ഇത്രയും ഷോടുന്നത്. അവളെ വർത്താനം കേട്ടതൊന്നും നീ അവൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു തന്നു? അനീഷേട്ടാ, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയച്ചു. നീ തെറിയൊന്നല്ല അയച്ചത് ചേട്ടാ. അത് പിന്നെ ആണോ? താൻ തൻ്റെ എളി നിർത്ത്. എനിക്കറിയായിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു. തന്നോട് പറയുമ്പോൾ എന്നെ പറഞ്ഞതില്ല. സോറി, ചിരിച്ചു പോയതാണ്. ബാക്കി പറ. ബാക്കി എന്തുട്ടാ, അവളൊന്നല്ല എന്നെ തെറി വിളിച്ചത്. അവളുടെ അക്കൗണ്ടിൽ കയറി വരാനുണ്ടാ. അവൾക്ക് എന്തായാലും എന്നോടൊരു സെന്റിമെന്റ്സ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് ശരി, നിങ്ങൾ ഈ ഫിനാൻസാർക്ക് മനുഷ്യപ്പറ്റില്ല കേട്ടാ. എടോ 30 വയസ്സായി, വീട്ടിൽ കല്യാണം കാലിച്ചു തുടങ്ങി. അതിനവളുടെ ആ തന്തപ്പിടി സമ്മതിക്കോ? അയാൾ അമ്മയ്ക്കേണ്ട എന്താ? അയാൾ ഈ പെട്ടിക്കടയുടെ ചെയർമാനാണെങ്കിലേ ഞാൻ സി ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. പറവൂരിൽ നിന്നുള്ള നല്ല അന്തസ് തറവാടിനെ മോൾക്ക് കിട്ടിച്ചു കൊടുത്താൽ എന്തി പൊളിക്കൂ. വരുത്തന്മാരാണ്, കാശേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് ഇല്ല. നീ അവളുടെ മനസ്സിൽ വേറെ വല്ലവരും ഉണ്ടാ? എന്താ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചാണ്. പേടിപ്പിക്കല്ലേ. ഓരോ ദിവസം നല്ലത് മാത്രം സംഭവിക്കുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഫിനാൻസുകാർ ജീവിച്ചു പോകണം. എന്നാൽ ഞങ്ങൾ IT-കാരങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ഗുഡ്. അതാണ് ഞങ്ങളുടെ ഫിലോസഫി. ഡോ അവൾക്ക് വേറെ ലൈൻ ഉണ്ടെങ്കിൽ തനിക്കൊന്ന് കരുതിയിരിക്കാമല്ലോ. ഇപ്പോൾ അവളുടെ അക്കൗണ്ടിൽ തന്നെ ആരോ തെറി വിളിച്ചു. അതിൻ്റെ അർത്ഥം അവളുടെ പാസ്വേഡ് അറിയണ ആരോ ഉണ്ടെന്നല്ലേ? അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിക്കൂടെ? അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. എന്നതാ നോക്കിക്കോ, ഇനി അവൻ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കും. എന്താ നെറ്റില്ലേ? അല്ല, അത് ഗെയിം കളിക്കാൻ വേണ്ടി ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുന്ന. ഇരിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, കളിച്ചോ, ഞാനിവിടെ ഇരുന്നോളാം. എന്നെ മനസ്സിലായോ? നമ്മളൊരു ക്ലാസ്സിലാണ് പഠിക്കണേ. ആ, എനിക്കറിയാം. ശില്പല്ലേ? വിഷ്ണു ഫ്രഷേഴ്സ് ഡേക്ക് മാർഗം കളി കളിക്കണ്ടല്ലേ? മാർഗം കളിയാ? ഇല്ല, ഇതാര് പറഞ്ഞത്? ജസ്വിൻ പറഞ്ഞല്ലോ. ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. ഞാനന്ന് വരുമൊന്നുമില്ല അതിന്. അയ്യോ, അത് ചിലപ്പോൾ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, സീനിയേഴ്സ് അറിഞ്ഞാ. എന്താ? അല്ല, എന്നോട് ബ്രേക്ക് ഡാൻസ് കളിക്കണ പറഞ്ഞേക്കണേ. ഞാൻ എന്തായാലും കളിക്കുന്നുണ്ട്. വിഷ്ണു എന്തായാലും ഒരു മാർഗം കളി കണ്ട് പഠിച്ചു വെച്ചോ. ചിലപ്പോൾ സീനിയേഴ്സ് അറിഞ്ഞാൽ പ്രശ്നമാവും. അയ്യോ, എനിക്ക് സ്റ്റേജിലൊന്നും കയറി അങ്ങനെ. അത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അതിന്റെ വില കുന്തപ്പച്ചോട്ട് ചിക്കനായിരിക്കും. എന്നാണെന്ന് അറിയില്ല. ഇത് പ്രാന്തര എല്ലാം കൂടി വലിച്ചു ഞാൻ കളയും. രണ്ടാവളം അവിടെ ഇരിക്കും. ചേട്ടാ, ഈ റോയൽ പെരിയാടിന്റെ ഹെഡ് ഓഫീസ് ബൈപ്പാസിന്റെ അടുത്തുള്ളതാണ്. അത് തന്നെയാണെന്നാ തോന്നണേ. കേൾക്കാം. ഇതാണ് ടിക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ ബ്രാഞ്ചസ് കൊടുക്കുക. ഇവിടെ കംപ്ലൈൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക.
എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലൊരു അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഞാനത് നോക്കട്ടെ കേട്ടോ, നോക്കിയിട്ട് വിളിക്കാം. ആ മാഡം, സോഫ്റ്റ്വെയർ ഹാക്ക് ആയതാണ്, പേടിക്കേണ്ട, ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ആ സാറേ, ഇല്ല സോഫ്റ്റ്വെയർ ഹാക്ക് ആയതാണ്, ബുദ്ധിമുട്ട് മനസ്സിലായി സാറേ, എത്രയും പെട്ടെന്ന് ശരിയാക്കാം. സർ, ചിൽസ് ബാക്കപ്പ് എടുത്തുകൊണ്ട് 2 മണിക്കൂറിനുള്ള ബ്രാഞ്ചസ്. 2 മണിക്കൂർ നിന്റെ വായിന്നൊന്ന് കേൾപ്പിക്കരുത്. നീ നിനക്ക് അറിയില്ല എൻ്റെ പഴയ സ്വഭാവം. ഇവിടെ ഒരു ഹാക്കിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടല്ലേ ഈ കാശ് മുഴുവൻ മുടക്കിയിട്ട് താനീ പറഞ്ഞ സാധനം അവിടെ ഞാൻ വാങ്ങി വെച്ചത്. എന്നിട്ട് പിറ്റേന്ന് തന്നെ വന്ന് പറയുകയാണ് വീട്ടിൽ ഹാക്കിംഗ് ആയി, ഉള്ള ഡീറ്റെയിൽ എല്ലാം ഡിലീറ്റ് ആയി പോയെന്ന്. സാർ, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായിരുന്നു നമ്മൾ പബ്ലിക്കിൽ നിന്ന് മാറ്റി VPN ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തത്. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. ഈ കമ്പ്യൂട്ടർ എല്ലാം കൂടെ എടുത്ത് വല്ല കിണറ്റിലും കൊണ്ടിടും. എന്നിട്ട് നാളെ മുതൽ കസ്റ്റമേഴ്സിന് പേപ്പറിൽ എഴുതി റെസിപ്റ്റ് കൊടുക്കാം. അയ്യോ സാർ, നമുക്ക് സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് NBFC നടത്താൻ പറ്റില്ല. RBI റൂളാണ്. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യും, ഹാക്ക് ചെയ്തവനെ പോയി കണ്ടുപിടിച്ചോണ്ട് വന്ന് തന്റെ കസേരയിലോട്ട് ഇരുത്ത്. എന്നിട്ട് താമ്പല്ല കപ്പിലെട്ടി കച്ചവടത്തിനും പോകും. അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് അറിയാമല്ലോ. സാർ, ഞാനൊരു ഡൗട്ട് പറഞ്ഞാൽ ടെൻഷൻ ആവരുത്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ സെക്യൂരിറ്റി വീക്ക് ആയതുകൊണ്ട് ഏതോ പിള്ളേർ കയറി കളിക്കുന്നതെന്നായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ ആരോ ടാർഗറ്റ് ചെയ്യുന്നതാണെന്ന്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരോ പ്രൊഫഷണൽ ഹാക്കേഴ്സിനെ ഇറക്കി കളിക്കുന്നതാണെന്ന്. ഹാക്കിംഗ് തടയിൽ അവിടെ നിൽക്കട്ടെ, ഇതാരാ ചെയ്തതെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എനിക്ക് അറിയണം അതാരാന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. ഹായ്, ചെയർമാൻ്റെ ക്യാബിൻ. ആ കാണുന്നത്. എക്സ്ക്യൂസ് മീ. വാ വാ, ഇത് സിമി. ഹലോ സർ. സിമി ഇരിക്കും. സിമി ഒരു എത്തിക്കൽ ഹാക്കറാണ്. ആ, എവിടെയാണ് സിമിൻ്റെ നാട്? എൻ്റെ സ്വന്തം സ്ഥലം ഇടുക്കിയാണ്. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, പെരുമ്പള്ളിശ്ശേരി. ആ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊന്നുമില്ലേ? ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം മോൻ ചെറുതായതുകൊണ്ട് വീട്ടിൽ തന്നെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം. ഹാക്കറെ പിടിക്കാൻ സിമിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സിമി കമ്പനിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല. അത്രയ്ക്ക് പഠിച്ച കള്ളനാണ് അവൻ. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം സാർ. ട്രൈ ചെയ്താൽ പോരാ, നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണം. എനിക്ക് ഇവിടുത്തെ സെർവർ ഒന്ന് കാണാൻ പറ്റുമോ? ഈ സെർവറും കൂടെ ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഹാക്കിംഗ് കഴിഞ്ഞപ്പോൾ സെർവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തതാണ്. ഇതെന്തോ? ഇത് എൻ്റർ തലാണ്. എൻ്റർ മാത്രം അടിക്കണമെങ്കിൽ ഇത് അടിച്ചാൽ മതി. ചെയർമാൻ്റെ മോളിൽ കണ്ടുപിടുത്താണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കീബോർഡ് ഇല്ലേ? താങ്ക് യു. കാണിച്ച്. വിനോദ, ഒന്ന് മോനെ നോക്കിയോളൂ.
നീ പരിപാടി നിർത്തിക്കോട്ടാ, ഡേഞ്ചറാണ്. അത് ഹണി പോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കേട്ടാ. അത് അവരുടെ IP-യിലേ ഒരു ഫേക്ക് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് കയറിയത്. അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഓലപ്പാമ്പ് കാട്ടിയതാണ് അവന്മാർ. ഓലപ്പമാണെങ്കിലടാ അവർക്ക് കാതൽ എന്നുള്ള പേര് മനസ്സിലായത്. അതവർ VPN പ്രൊഫൈൽ നെയിം നോക്കി മനസ്സിലാക്കിയല്ലേ. എടാ നീ പയ്യനാണ്, നീ കളിക്കേണ്ടത് ഒരു കമ്പനിയോട് കേട്ടാ. അവർ വീട്ടിലേക്ക് അന്വേഷിച്ച് വരും. അതിനവർക്ക് എൻ്റെ ലൊക്കേഷൻ കിട്ടണം. അത് കിട്ടാതിരിക്കാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും ഇപ്പം അവന്മാരൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. നിന്റെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഇരിക്കെ. എന്തായി? അവൻ എഴുത്തുകാരനാണെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ? സാറേ, ഞാൻ അവൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. എന്തായാലും അവൻ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ആളാണെന്ന് ഉറപ്പാണ്. മിക്കവാറും സൗത്ത് ഇന്ത്യൻ. കാരണം അവൻ ഈ ഹാക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിരിക്കുന്ന പേര് കാതലൻ എന്നാണ്. കാതലനോ? ചിരിച്ചിരിക്കടാ. എന്തായാലും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കളിക്കുന്ന കളിയാണെന്ന് ഉറപ്പായി. ഇല്ല പ്രവീൺ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ അറിയാൻ കൂടി ഇല്ല. അവരെപ്പോഴേ നമ്മുടെ ഡേറ്റ എടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ 2 തവണ ഹാക്ക് ചെയ്തപ്പോഴും നമ്മുടെ ഡേറ്റാബേസ് ഡിലീറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവന് നമ്മുടെ ഡേറ്റ വേണ്ട, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതിനാണ് ഹാക്ക് ചെയ്യുന്നത്. ആദ്യം ചിലപ്പോൾ അവൻ തമാശയ്ക്ക് ഹാക്ക് ചെയ്തതായിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ സെക്യൂരിറ്റി കൂട്ടിയപ്പോൾ അവന് ചിലപ്പോൾ വാശി കൂടി കാണും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്ത ഈ സെക്യൂരിറ്റി സിസ്റ്റംസ് അവനെങ്ങനെ ആക്സസ് ചെയ്തു എന്നുള്ളതാണ്. അത് ആക്സസ് ചെയ്യാതെ എന്തായാലും ഹാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താന്ന് വെച്ചാൽ, അവൻ നമ്മളറിയാതെ നമ്മുടെ ഓഫീസിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളതാ. ജിൽസേ, നമ്മുടെ CCTV റെക്കോർഡ്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അയാൾ ഓഫീസിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലേ? അല്ല, അങ്ങനെ ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ CCTV ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. പക്ഷേ അവൻ എങ്ങനെ കയറി, എന്ന് കയറി എന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്ക് ഈ ഹെഡ് ഓഫീസ് മാത്രമല്ലല്ലോ ഉള്ളത്. അവൻ ഏതെങ്കിലും ബ്രാഞ്ചിൽ കയറിയാലും മതി. അത് മാത്രമല്ല, അവൻ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാതിരിക്കാൻ നമ്മുടെ ഏതെങ്കിലും കസ്റ്റമർ ആയിട്ടോ ഇനി ഏതെങ്കിലും സർവീസ് പ്രൊവൈഡർ ആയിട്ടോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റാഫിനെ അവൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോന്ന്. നമ്മുടെ ഈ ബ്രാഞ്ചുകളിലെ സിസ്റ്റംസ് ഒക്കെ ആരാ സർവീസ് ചെയ്യുന്നത്? അല്ല, ആദ്യം അവർ അടുത്തുള്ള ആരെയും വിളിച്ച് സർവീസ് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചാൽ ഇവിടുന്ന് ആൾ വിടും. അതല്ലാതെ വേറൊരാളെ കമ്പ്യൂട്ടർ തൊടാൻ സാധ്യതയില്ല. എന്തായാലും നമ്മുടെ CCTV ചെക്കിംഗ് ഒന്ന് സ്ട്രോങ് ആക്കണം. സൺഡേ 1 മണിക്കൂർ ജിൽസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സാറേ, സൺഡേ എന്താ നിനക്ക് പറ്റില്ലേ? മതി, എനിക്ക് നിങ്ങളുടെ തിയറി ഒന്നും കേൾക്കണ്ട. ഈ കാതലെന്ന് പറഞ്ഞവനെ ഒന്ന് കണ്ടുപിടിച്ച് തന്നാൽ മതി. ബാക്കി ഞാൻ ചെയ്തോളാം. എന്താണ് അത്? സിമിയെ കൊണ്ട് പറ്റുമോ? നമുക്ക് പിടിക്കാം സാറേ. എന്തായാലും നമ്മൾ അവനെ പിടിച്ചിരിക്കും. കാതലൻ ഇവന്മാരായിരിക്കും റോയൽ പീരിയഡ് ഹാക്ക് ചെയ്തത്. ബെസ്റ്റ്. എന്തായാലും ഇവന്മാരൊന്നും അല്ലെന്ന് ഉറപ്പാ. അവൻ അത്യാവശ്യം നല്ല സെക്യൂരിറ്റിയാണ് പൊളിച്ച്. അവൻ്റെ ഒരു റേഞ്ച് വെച്ച് നോക്കിയാൽ അവൻ വല്ല MNC-യിലും വർക്ക് ചെയ്യായിരിക്കും. ആദ്യം ഹാക്ക് ചെയ്തപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ ഇവ രണ്ടാമതും ചെയ്തു. അതിപ്പോൾ ഓട്ടേന്ന് വെച്ചു. പിന്നെ ഐ ഫൗണ്ട് മിസ്റ്റർ കാതലെന്ന് കണ്ടപ്പോൾ ഇവ നിർത്തിയെന്ന് പറഞ്ഞതാ. അപ്പത്തേ അവൾ വീട്ടിൽ കയറി വന്നേക്കണം. ഇത്രയും കാലം വഴി കൂടെ പോണവർ വരെ എൻ്റെ തലക്കിട്ട് ഓട്ടിയിട്ട് പോവായിരുന്നു. ആദ്യമായിട്ട് അനീഷേട്ടാ ഞാനൊരാൾക്ക് തിരിച്ചൊരു പണി കൊടുക്കണത്. ആദ്യം ഞാൻ എന്നെ തല്ലിയൻ്റെ ദേഷ്യത്തിൽ അവന്മാർക്ക് പണി കൊടുക്കാൻ വേണ്ടി തന്നെ ഹാക്ക് ചെയ്തതാണ്. പിന്നെ അവന്മാർ സെക്യൂരിറ്റി കൂട്ടിയപ്പോൾ എനിക്ക് വാശിയായി. ഓരോ തവണ ഹാക്ക് ചെയ്യുമ്പോഴും കോൺഫിഡൻസ് കൂടുന്നു. കോൺഫിഡൻസ് കോപ്പ്. ഞാൻ പറഞ്ഞല്ലോ അവർ വീട്ടിലേക്ക് ട്രാക്ക് ചെയ്ത് വരുന്നു. കഴിഞ്ഞ ദിവസേ 3 പിടികയിൽ സൈബർ പോലീസ് ഒരു തന്നെ പൊക്കി. സീരിയൽ നടിയുടെ പോസ്റ്റ്മെൻറ്റിൽ തെറിക്കമെൻ്റ് എഴുതിയതിന്. അവളതിന് ട്രാക്ക് ചെയ്തൊന്നും വന്നതൊന്നുമല്ല. അവൾ ഊഹിച്ചെന്തോ എത്തിയാണ്. എങ്ങനെ വന്നാലും വിഷ്ണു, ഈ പരിപാടി നീ ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇല്ലെങ്കിലേ നമ്മൾ 2 പേരും ജയിലിലാവും. ഞാൻ നിർത്തിയനീ ചേട്ടാ. നീ ഹാക്കിങ്ങും പരിപാടിയൊന്നും ഇല്ല. അവളെ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മനെ അനിയത്തിനൊക്കെ പരിചയപ്പെടുത്തി എൻ്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇതിപ്പോൾ വന്നാണെങ്കിൽ ഇങ്ങനെ ഡൈ സെൻറ്റിമെൻസിൻ്റെ പുറത്ത് നീ അവളൊന്നും വിളിക്കാൻ നിൽക്കല്ലേട്ടാ. ഇനി വിളിച്ചാൽ തന്നെ നമ്മളാണ്, അല്ല നീയാണിത് ഹാക്ക് ചെയ്തെന്ന് പറയല്ലേട്ടാ. എങ്ങനെ വിളിക്കാനാണ്? കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടേക്കല്ലേ. തനിക്ക് ഓട്ടമൊന്നുമില്ലേ? വെറുതെ അല്ല തൻ്റെ വീട്ടിൽ അടുപ്പ് പോയാത്തത്. അത് ശരി, രാവിലെ തന്നെ 2 കൂടി കയറി ഓട്ടോയിൽ കിടക്കും. പിന്നെ എങ്ങനെ ഓട്ടം കിട്ടാനാണ്? അടുപ്പ് പോകുകയുള്ളെന്നാ. എനിക്ക് ഇപ്പോൾ ഒരു ഓട്ടം ഉണ്ട്. ഇറങ്ങിക്കേ സാർമാരാണ്. ഇറങ്ങിക്കേ. കാതല നീയല്ലെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ തന്നെ ചെയ്തേക്കണേന്ന്. പിന്നെ ഞാൻ പറയാതിരുന്നത്, ഇനിയിപ്പോൾ ഇൻ കേസ് അവൻ അല്ലെങ്കിൽ ഒന്നാമത്തെ എന്നൊരു ഹാർട്ട് ബ്രേക്കിലാണ്.
അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു അക്യൂസേഷൻ കൂടെ വേണ്ടെന്ന് വെച്ചിട്ടാ. എനിക്ക് തോന്നുന്നില്ല അവനെ കൊണ്ട് ഇതൊക്കെ പറ്റുന്നത്. താൻ തൻ്റെ റിലേഷൻഷിപ്പ് കൂട്ടി വയ്ക്കുമ്പോൾ അങ്ങനെ തോന്നണതാ. പുറത്താരോടെങ്കിലൊക്കെ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പോണില്ലേ? മാത്യു ഇത് വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അയ്യോ, ശില്പ വിശ്വാസമില്ലെന്നല്ല. തെളിവില്ലാതെ ഒരാളെ കള്ളനാക്കുന്നത് ശരിയല്ലല്ലോ. എന്നാൽ പിന്നെ ചെയർമാനോടൊന്നും സംസാരിച്ച് നോക്കായിരുന്നില്ലേ? അപ്പച്ചൻ്റെ സ്വഭാവം അറിയാലോ മാത്യുവിന്. ഒറ്റബുദ്ധിയാണ്. എന്തൊക്കെയാ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം കഷ്ടപ്പാടൊക്കെയുള്ള ഫാമിലിയാണ് അവൻ്റെ. എനിക്കൊരു സംശയം തോന്നി, ഞാനത് മാത്യുവിനോട് പറഞ്ഞു. മാത്യുവിനിപ്പോൾ ആരോടും പറയാനൊന്നും പോണ്ട. ശില്പയ്ക്ക് അവനോടൊരു സോഫ്റ്റ് കോർണറുള്ള പോലെ. അങ്ങനൊന്നുമില്ല. ഞാൻ തന്നെയാണ് ആ കേസ് വിട്ടത്. കോളേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അവൻ വേറെ തന്നെ ടൈപ്പാണ്. പിന്നെ അപ്പച്ചൻ എന്തൊക്കെ ചെയ്താലും സമ്മതിക്കാൻ പോകുന്നില്ല. വീട്ടിലടി ഉണ്ടായി കല്യാണം കഴിക്കാനോ എനിക്ക് വയ്യ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. വീട്ടിലടി ഉണ്ടാക്കാതെ നമുക്ക് കല്യാണം കഴിച്ചാലോ? അല്ല, ഞാൻ കുറേ കാലമായി പറയണമെന്ന് വിചാരിച്ചാണ്. ഞാൻ പോട്ടെ. മാത്യു പറഞ്ഞത് സീരിയസ് ആയിട്ടാണെങ്കിൽ അപ്പച്ചനോട് സംസാരിച്ചാൽ മതി. ഈ ആവശ്യമില്ലാത്ത ബ്രാഞ്ചുകൾ മെർജ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ പുത്തമ്പേടി ഗാന്ധിക്കാട് അടുത്തുള്ള സ്ഥലങ്ങളാണ്, അത് രണ്ടും മെർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഗുരുവായൂർ ചാവക്കാട് അടുത്തടുത്ത സ്ഥലങ്ങളാണ്, അത് രണ്ടും മെർജ് ചെയ്യാം. അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ റോയൽ പെരിയാടിൻ്റെ 100 ബ്രാഞ്ചുകൾ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സങ്കല്പം. ഇപ്പം മാത്യു പറയുന്നതിൽ കാര്യമുണ്ട്. ആ ബാബാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇരിക്കേ സർ, നമുക്ക് ഹാക്കിംഗ് ത്രെട്ട് ഉള്ളതുകൊണ്ടേ നമ്മുടെ സെർവർ സെക്യൂരിറ്റി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രപ്പോസലായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇതുവരെ ചിലവാക്കിയ പൈസയൊന്നും പോരാന്നാണോ നിങ്ങൾ പറയുന്നത്? ഇനിയും ചിലവാക്കണമെന്ന്. എന്നിട്ട് നാളെ രാവിലെ ആ മുതൽവൻ വന്നിട്ട് പഴം പോലെ ഹാക്ക് ചെയ്തിട്ട് പോകാനല്ലേ? മുതൽവനല്ല സർ, കാതലൻ. ആ കാതലനായാലും ജെന്റിൽമാൻ ആയാലും ആരായാലും അവനിനി വരാനൊന്നും പോകുന്നില്ല. സിമി എന്ന് മെസ്സേജ് ചെയ്ത പിന്നെ അവന് മനസ്സിലായിട്ടുണ്ട് ഞാൻ ആരാന്ന്. എനിക്കറിയാം എൻ്റെ ശത്രുക്കളുടെ സൈക്കോളജി. സാർ, അവനിപ്പോൾ കുറച്ച് നാളായിട്ട് സിസ്റ്റത്തിൽ കയറാത്തതുകൊണ്ടാണ് നമുക്ക് അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അവൻ പേടിച്ചിരിക്കുവാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. എന്തായാലും നമ്മളൊന്ന് സെക്യൂർഡ് ആയിട്ടിരുന്നില്ലെങ്കിൽ കൂടുതൽ ഡാമേജ് നമുക്കായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ക്ലൗഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ ഈ സെർവർ നമുക്ക് DR എന്ത് വേണേലും ചെയ്യാം. ക്ലൗഡിലേക്കോ ചന്ദ്രനിലേക്കോ എങ്ങോട്ട് വേണേലും ഷിഫ്റ്റ് ചെയ്യാം. പക്ഷെ അന്ന് സിമി എന്നോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു. നമുക്കവന് ട്രേസ് ചെയ്യാൻ പറ്റാത്ത എന്താണ്? തെളിവോടുകൂടി പൊക്കണം. ഞാൻ നമ്മുടെ സെർവറിൽ പുതിയൊരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. SIM എന്ന് പറയും. ഇനി ഒരു തവണ കൂടി അവൻ ഹാക്ക് ചെയ്ത് നമ്മുടെ സെർവറിൽ കയറുകയാണെങ്കിൽ എന്തായാലും അവൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അവൻ വീണ്ടും ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അവനെ കൊണ്ട് വീണ്ടും ചെയ്യിക്കാൻ ഞാനും ശ്രമിച്ചാലോ? അതെങ്ങനെ? അത് ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് പറയാം. ചിലപ്പോൾ എൻ്റെ മനസ്സിലെ പ്ലാൻ നടന്നില്ലെങ്കിലോ? നിങ്ങളെന്തായാലും അലേർട്ടായിട്ടിരുന്നോ? ഈ സ്പിരിറ്റാണ് ഞാൻ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അവനാരാന്ന് നമ്മളും നമ്മളാരാന്ന് അവനും അറിയും. റോയൽ പെരിയാറിനെ തൊടാൻ തോന്നിയ ചീത്ത സമയം വെച്ച് അവൻ എണ്ണിപ്പെറുക്കി കരയും. പക്ഷെ അവൻ ആരാന്നറിയാതെ മാത്യു എന്താ ചെയ്യാൻ പോകുന്നത്? ചായ പറയട്ടെ? വേണ്ട, ഞാൻ വരുന്ന വഴി സ്റ്റാൻഡിൽ നിന്ന് കുടിച്ചിട്ടാവുന്നു. ഇത് നിന്റെ അപ്പനാണോ? അല്ല, ഷെയറാ. ഞാൻ പറയാനുള്ളൊരു ഉണ്ടെങ്കിൽ പുള്ളിയും പിന്നെ വേറെ 1-2 കൂടി ഉണ്ട്. എന്തേ ചോദിച്ചേ? അല്ല, ഇനി ഇവിടെ നിന്ന് എന്നെ ഇറക്കി വിടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അന്ന് നീ വീട്ടിൽ വന്നു പോയ പിന്നെ അച്ഛൻ എൻ്റെ കമ്പ്യൂട്ടർ കയറിന് പൊട്ടിച്ച്. എടാ, ഞാനൊന്ന് കുറച്ച് ഇമ്പൾസീവായിപ്പോയി. പിന്നെ സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നെ വിളിപ്പിച്ചത്? അല്ല, പിന്നെ എൻ്റെ കല്യാണമാണ്. കൺഗ്രാറ്റ്സ്, ഹാപ്പി മാരേജ് ലൈഫ്. യു ഡോണ്ട് ഹാവ് ടു ഡു ദിസ്. എന്തെങ്കിലും ഇത് പറയേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ചാ. ആളാരാണ്? ഞാനാണ് ആള്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശില്പ, ഒരു മിനിറ്റ്. അന്ന് തന്നെ ഇൻസ്റ്റയിൽ തെളിവിച്ച് നീയാണല്ലേ? അപ്പോഴേ ഞാൻ ആലോചിച്ചാൽ നിന്നെ നേർക്കൊരൊന്ന് കാണണമെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ പൊളിക്കണതറി. നീ ഞങ്ങളുടെ കമ്പനി ഹാക്ക് ചെയ്യൂലേ? ഞാനൊരു സംശയം പറഞ്ഞതാണ്. അന്ന് ചെയർമാൻ നിന്നെ ഓഫീസിൽ നിന്ന് എല്ലാവർക്കും കിട്ടില്ലേ?
അതുപോലെ ഇപ്പോൾ ഇവിടെ തെല്ലിറക്കി വിട്ടാലും എന്നോടൊരു പട്ടിയും ചോദിക്കില്ല. മനസ്സിലായോ? നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ ഞാൻ കെട്ടാൻ പോവാണ്. റോയൽ പെരിയാട് കമ്പനി ഇനി എൻ്റെ കൂടിയാണ്. നീ ഓണാണെങ്കിൽ ഒന്നുകൂടെ ഹാക്ക് ചെയ്ത് കാണിക്കടാ. പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നല്ലേ ശില്പേ? ശരി. മാത്യു കാണിച്ച ഭയങ്കര മോശമായി പോയിട്ടാ. മാത്യു എന്തിനാ എന്നെ ഫോളോ ചെയ്തത്? ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്ന വിചാരിച്ചു വെച്ചേക്കണേ. നിനക്കല്ലേ സംശയം അവനോട് കാതലെന്ന്? അത് ഉറപ്പിക്കണ്ടേ? ഇനിയോ ഹാക്ക് ചെയ്യേ എന്തുകൊണ്ടും ചെയ്യട്ടെ, ബാക്കി ഞാൻ നോക്കിക്കോളാം.